ഹായ് ഗായ്സ്, വെൽക്കം. സോ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ് എങ്ങനെ ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യണം. എൻ്റെ വേറെ ക്യൂബ് ഉണ്ടായിരുന്നു, അത് കാണിക്കാമായിരുന്നു അതെങ്ങനെയാണ് സോൾവ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് സോൾവ് ആയിട്ടിരിക്കുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ബിഫോർ കണ്ടിന്യൂയിങ് നമുക്ക് ആദ്യം പീസസിനെ കുറിച്ച് പറയാം. സോ ഇതാണ് ഒരു സെൻറ്റർ പീസ്. ഇത് ഈ സെൻറ്ററിലിരിക്കുന്ന സെൻറ്റർ പീസ് ഇത് ഒരിക്കലും മൂവ് ആകത്തില്ല. ഫോർ എക്സാമ്പിൾ, ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും റെഡ് ആയിരിക്കും. നമ്മളെപ്പോഴും മൂവ് ചെയ്താൽ നോക്കാം, റെഡിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഓറഞ്ച് ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ആണ്, ഇതാണ് ഒരു എഡ്ജ് പീസ്. ഇതിന് 2 കളറ്. പിന്നെ ഇതാണ് ഒരു കോർണർ പീസ്. ഇതിന് 3 കളറുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഒരു ഡെയ്സി ഉണ്ടാക്കണം. ഇവിടെ ഈ 4 എഡ്ജിൽ വൈറ്റ് കൊണ്ടുവരണം. സോ ഞങ്ങൾ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഇത് നമുക്ക് ഈസിലി താഴെ കൊണ്ടുവരാം, കണ്ടോ. പിന്നെ അടുത്തത് നമുക്ക് നോക്കണം. അടുത്ത ഇത് കുറച്ച് ഹാർഡും അല്ല, ഒന്നുമല്ല. അതോ നമുക്ക് ഇതും എടുക്കാം. ഇങ്ങനെ ഈ 2 അടുത്ത് വൈറ്റ് എഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം. പിന്നെ നമുക്ക് താഴോട്ട് കൊണ്ടുവരാം, കണ്ട. കാണിച്ചുതരാം അഗൈൻ. ഈ വൈറ്റ് എഡ്ജ് ഇങ്ങോട്ട് കൊണ്ടുവരണം, പിന്നെ താഴോട്ട് കൊണ്ടുവരണം, കണ്ട. പിന്നെ അടുത്തത് ഒരു ഈസി അടിച്ച് നോക്കാം. കണ്ട, ഇത് നമുക്ക് ഈസിലി താഴോട്ട് കൊണ്ടുവരാം, കണ്ട. ഇനി ഇതാണ് ഹാർഡസ്റ്റ്. നമ്മൾ ഇങ്ങനെ ചെയ്താൽ കണ്ട ഇത് പോവും. സോ അതുകൊണ്ട് ബ്രിങ് ദ സ്പോട്ട് വെർ ഇറ്റ് വാണ്ട്സ് ടു ഗോ, ബ്രിങ് ഡൗൺ, കണ്ട. ഓ മൈ ഗോഡ്, ലക്കി. സോ നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് എഡ്ജിൻ്റെ ഈ കളർ കണ്ടോ, ഇത് ഓറഞ്ച് അല്ലേ. അപ്പോൾ നമുക്ക് ഓറഞ്ച് സെൻറ്ററിലോട്ട് കൊണ്ടുവരണം. അത് മാച്ച് ചെയ്യണം. മാച്ച് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് കൊണ്ടുവരണം, ഇങ്ങനെ, കണ്ടോ. ഫസ്റ്റായി, സെക്കൻഡായി, പിന്നെ ഇതും കൂടി മാച്ച്ഡ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് താഴോട്ട് കൊണ്ടുവരാം. ഇതും മാച്ച്ഡ്, താഴോട്ട് കൊണ്ടുവരാം, കണ്ടോ. ഇവിടെ ക്രോസ് കംപ്ലീറ്റ്. എനിക്ക് ലക്കായതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹാർഡ് വർക്ക് ആയിട്ട് ചെയ്യണമായിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെയർ ഉണ്ടാക്കണം. ഇവിടെ ഫുള്ള് വൈറ്റ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ഫസ്റ്റ് ലെയർ ഉണ്ടാക്കണം. സോ നോക്കാം എങ്ങനെ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഈസിയാണ്. ഇത് റെഡ് ആണെങ്കിൽ നമുക്ക് റെഡിൻ്റെ അടുത്ത് കൊണ്ടുവരണം, കണ്ടോ. ഇവിടെ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ റെഡിൻ്റെ അടുത്ത് കൊണ്ടുവരണം. എന്നിട്ട് റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ഈസിയസ്റ്റ് നോക്കാം. ഇത് ലെഫ്റ്റാണ്. സോ നമുക്ക് ബ്ലൂവിൻ്റെ സ്പോട്ടിൽ കൊണ്ടുവരണം, ഇതുപോലെ. എന്നിട്ട് ലെഫ്റ്റ് വെച്ച് ചെയ്യണം. ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ നോക്കാം. സോ ഇതും കംപ്ലീറ്റ് ആയി, പിന്നെ ഇതും കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇത് നമുക്ക് ഓറഞ്ചിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഇത് പൊളിയും. അതുകൊണ്ട് നമുക്ക് ഇത് ഗ്രീൻ ആയതുകൊണ്ട് നമുക്ക് ഗ്രീനിൻ്റെ അടുത്ത് കൊണ്ടുവരണം. എന്നിട്ട് ഇവിടെ ഈ കോർണർ ഇവിടെ വരുന്നത് വരെ നമുക്ക് റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. അത് ഇവിടെ വരുന്നത് വരെ ചെയ്യണം, കണ്ടോ. സോ നമുക്ക് അടുത്ത നോക്കാം. അടുത്തതാണ് ഇത് സിമ്പിളാണ്. നമുക്ക് ഇങ്ങനെ ചെയ്യാം, കണ്ടോ. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും
ഇത് ഇങ്ങോട്ട് വരുന്നത് വരെ നമുക്ക് ആ അൽഗോരിതം ചെയ്യണം. കണ്ടോ, ഇത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് സെക്കൻഡ് ലെയർ ഉണ്ടാക്കണം. കണ്ടോ ഇത് കണ്ടോ, നമ്മൾ കംപ്ലീറ്റഡ് അല്ല. സോ നമുക്ക് സെക്കൻഡ് ലെയർ ഉണ്ടാക്കണം. സോ ഫസ്റ്റ് ഏതെങ്കിലും ഒരു എഡ്ജ് നോക്കാം. ഇത് നമുക്ക് കൊണ്ടുവരാം. ഇത് രണ്ടെണ്ണം, ഇത് ഗ്രീനും ഇത് റെഡ്. ഇപ്പം നമുക്ക് സെക്കൻഡ് ലെയർ ഉണ്ടാക്കണം. അതുകൊണ്ട് ഈ ഗ്രീൻ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ മൂവ് വൺ സ്പോട്ട് അവേ, റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ നമുക്ക് നമ്മൾ ലെഫ്റ്റ് വെച്ച് ചെയ്യണം. ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. കണ്ടോ, ഫസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇത് നമുക്ക് ബ്ലൂവിൻ്റെ അടുത്ത് കൊണ്ടുവരണം. ഇപ്പം ഇത് ഓറഞ്ച് ആയതുകൊണ്ട് ലെഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒരു സ്പോട്ട് ഇവിടെ മൂവ് ചെയ്യാം. ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. എന്നിട്ട് റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. കണ്ടോ. ഇനി നമുക്ക് വേറെ നോക്കാം. ഇത് നമുക്ക് ഓറഞ്ചിൻ്റെ അടുത്ത് കൊണ്ടുവരണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഗ്രീൻ. കണ്ടോ, ഇവിടെ ഇപ്പം യെല്ലോ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വേറെ കളറൊക്കെ വരണം. വൈറ്റും വരരുത്. വേറെ ഈ സ്ഥാനത്തുള്ള കളർ മാത്രമേ വരാം. ഓക്കെ, സോ നമുക്ക് ചെയ്യാം. ഇത് ഗ്രീനാണ്. സോ നമുക്ക് ഗ്രീൻ ഒരു സ്പോട്ട് മൂവ് ചെയ്യണം. ലെഫ്റ്റ് അൽഗോരിതം, റൊട്ടേറ്റ്, റൈറ്റ് അൽഗോരിതം. സോ നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇത്. സോ ഇത് റെഡും ബ്ലൂ. സോ നമുക്ക് ബ്ലൂവിൻ്റെ അടുത്ത് ആദ്യം കൊണ്ടുവരണം. സോ മൂവ് വൺ സ്പോട്ട് അവേ, റെഡ്. ഇത് റെഡ് ആയതുകൊണ്ട് നമ്മൾ ഓറഞ്ചിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. ഇവിടെ കൊണ്ടുവന്നാൽ അറിയാമല്ലോ പൊളി. സോ റൈറ്റ് അൽഗോരിതം, റൊട്ടേറ്റ്, ലെഫ്റ്റ് അൽഗോരിതം. ടടാ, നമ്മൾ സോൾവ് ചെയ്തേ. സോ നെക്സ്റ്റ് ഒരു യെല്ലോ ക്രോസ് ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എഫ്, റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, എഫ് ആൻറ്റി ക്ലോക്ക് വൈസ്. കണ്ടോ, നമ്മൾ ക്രോസ് കംപ്ലീറ്റ്. ഇപ്പോൾ ഒരു കോർണർ വരുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ക്രോസ് എങ്കിലും വന്നാൽ മതി. ഓക്കെ, സോ നമുക്ക് അടുത്തതാണ് ഒരു ഹാർഡസ്റ്റ് പാർട്ട്. നമുക്ക് കോർണേഴ്സ് ചെക്ക് ചെയ്യണം. സോ നമുക്ക് നോക്കാം. ഇത് റെഡ്, ഇത് ഗ്രീൻ, ഇത് യെല്ലോ. ഇത് കറക്റ്റാ. ഈ കോർണർ കറക്റ്റാ. ഇത് കറക്റ്റ് അല്ല. ഇത് ഗ്രീൻ അല്ല, ഇത് ബ്ലൂവാ. ഓറഞ്ച് അല്ല, വൈറ്റ്, യെല്ലോ ആണ്. പക്ഷെ ഇത് കറക്റ്റ് അല്ല. ഈ രണ്ടെണ്ണം കറക്റ്റ് അല്ല. സോ നെക്സ്റ്റ് നോക്കാം. ഇതും കറക്റ്റ് അല്ല. നമുക്ക് ഇങ്ങനെ തിരിച്ചു നോക്കണം. സോ നോക്കാം. ബ്ലൂ, റെഡ്, യെല്ലോ, കറക്റ്റ്. ഇത് കറക്റ്റ് അല്ല. ഇത് ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ, കറക്റ്റ്. ഈ രണ്ടെണ്ണം കറക്റ്റാണ്. പക്ഷേ ഇതെങ്ങനെ വരും? ഇങ്ങനെ വരാൻ കുറച്ച് ചാൻസേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുവരാം. അതുകൊണ്ട് ഇപ്പം ഇത് ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് വൺ സൈഡ് മൂവ് ചെയ്യണം. എവിടെയെങ്കിലും ഇഷ്ടമുള്ള. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെയും കറക്റ്റായിരുന്നു വരേണ്ടത്. പക്ഷേ ഇത് ഇങ്ങനെയാണ് വന്നത്. സോ നമുക്ക് എവിടെയെങ്കിലും ചെയ്ത് റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത് 3 പ്രാവശ്യം ചെയ്യണം. എന്നിട്ട് ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത് 3 പ്രാവശ്യം ചെയ്യണം. പിന്നെ ഇത് വന്ന് നമുക്ക് അത് സോൾവ് ചെയ്യണം.
പക്ഷേ ഞാൻ മറന്നുപോയി. ഓക്കെ, നിങ്ങൾക്കറിയാലോ എങ്ങനെ ചെയ്യണമെന്ന്. ഓക്കെ, സോ ഇങ്ങനെ അല്ല വന്നു. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം കറക്റ്റാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇത് കറക്റ്റ് യെസ്, സെയിം അതാണ് വന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ഇത് 2 പ്രാവശ്യം ചെയ്യണം. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ റൊട്ടേറ്റ് ലെഫ്റ്റ് അൽഗോരിതം ചെയ്യണം. ഓക്കെ, സോ നോക്കാം ഇനി എല്ലാം കറക്റ്റാണോ എന്ന്. കറക്റ്റ്, നോട്ട് കറക്റ്റ് കണ്ടോ, ആ മറ്റേ ഇതും വന്ന്. സോ ഇനി നമുക്ക് ഇവിടെ വെച്ച് ചെയ്ത് നോക്കാം. റൈറ്റ് അൽഗോരിതം 3 ടൈംസ്, ലെഫ്റ്റ് അൽഗോരിതം 3 ടൈംസ്. ഓക്കെ, സോ ഇനി നോക്കാം കറക്റ്റാണോ എന്ന്. അല്ല, 1 2 3. ഓക്കെ, യെസ് കറക്റ്റ്. ഇതും കൂടി നോക്കാം. ഇത് ഇങ്ങനെ വരുവാണെങ്കിൽ കറക്റ്റാ. അപ്പം ഞാൻ ഉദ്ദേശിച്ച കറക്റ്റാണ്ട്. ഈ 2 എണ്ണം ഇത് കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. പക്ഷേ ഇതും കറക്റ്റ് അല്ല. സോ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് റൈറ്റ് അൽഗോരിതം 3 ടൈംസ്, പിന്നെ റൊട്ടേറ്റ് ലെഫ്റ്റ് അൽഗോരിതം 3 ടൈംസ്. ഓക്കെ, സോ നോക്കാം എല്ലാം കറക്റ്റാണോ എന്ന്. യെസ്, കറക്റ്റ് കണ്ടോ, എല്ലാം കറക്റ്റാണ്. സോ നമുക്ക് അടിയിൽ ഏതെങ്കിലും കളർ എടുക്കാം. കണ്ട ഇത് ഗ്രീൻ എടുത്ത്. സോ നമുക്ക് പക്ഷെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യരുത് എപ്പോഴും. കണ്ട ഇത് നമ്മളിങ്ങനെയൊക്കെ നോക്കാം വേണമെങ്കിൽ. ഇത് യെല്ലോ, നമുക്ക് റൈറ്റ് അൽഗോരിതം ചെയ്യണം. കണ്ടോ, ഇവിടെ വരുന്നത് വരെ ഇനി നോക്കാം. കണ്ട ഇങ്ങനെ. സോ നമുക്ക് റൈറ്റ് അൽഗോരിതം ചെയ്യണം. സോ ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം എങ്ങനെ അൽഗോരിതം ഒന്ന് കാണി. ഓക്കെ, ശ്രദ്ധിക്കും. റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് 2 ടൈംസ്. ഓക്കെ, സോ ഇനിയും ചെയ്യാം. സോൾവ് ആയില്ല. ബൂം, നമ്മൾ സോൾവ് ചെയ്തു ഗൈസ്. സോ ഗൈസ്, ഞാൻ കാണിച്ചു എങ്ങനെ സോൾവ് ചെയ്യണമെന്ന്. ഇത് കുറേ അറ്റംപ്റ്റ് എടുത്തു ഇതൊക്കെ ചെയ്യാൻ. സോ ഗൈസ്, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് ഷെയർ ചെയ്യണ്ട, ജസ്റ്റ് ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഷെയർ ചെയ്തോ. ഓക്കെ, ജസ്റ്റ് ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെ ഓക്കെ ആൻഡ് ഷെയർ. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ.